പഠിക്കൂ 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 എന്ന് പറഞ്ഞ് വഷളായി പോയ രണ്ടുപേരാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല ചെയ്തത്. അല്ല, +2 കഴിഞ്ഞു ഒരാള്. അതാ പറഞ്ഞത്, അത് ഹൗസ് വൈഫ് എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് ഞാനൊക്കെ കൊളാക്കി വെച്ചിരിക്കുവാണ്. ഇപ്പൊ ഹൗസ് വൈഫ് അല്ലല്ലോ. അല്ല, എന്തായി? ഹൗസ് വൈഫ് ആണ്. അല്ലല്ല, ഹൗസ് വൈഫ് അല്ല. ഹാപ്പി ഹോം മേക്കർ ആണ്. പക്ഷെ അത് ആവാൻ പറ്റിയിട്ടില്ല. ആവും എന്റെ കുട്ടിയെ, മനസ്സുകൊണ്ടങ്ങോട്ട് വിചാരിച്ച അപ്പ ആവില്ലേ? അതാ സമയത്താണ് ഞാൻ ടൗണായി പോയതാണ്. ഈ ഒരു അവസ്ഥയില് മക്കള് കൈവിട്ട് പോണത്. എല്ലാവരും പറയും അവരുടെ കൂടെ കൂട്ടുകാരെ. +2 കഴിഞ്ഞിട്ട് അവൻ എവിടെയാ പഠിക്കണേ ഇപ്പൊ? ഞങ്ങൾക്ക് എങ്ങനെ, ഞാൻ ഇവനെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. 21-ാം തീയതി കൃത്യമായ 21-ാം തീയതി ഞാൻ ഇരിങ്ങാലക്കുടയിലുണ്ട്. കാണാൻ പറ്റുമോ? പിന്നെ എന്റെ ക്ലാസ് ഉണ്ട് അവിടെ ഫുൾ ഡേ. എനിക്ക് പരീക്ഷയ്ക്ക് മുൻപ് എനിക്ക് അതുപോലെ ഒരു സ്ഥലത്ത് അവനൊന്ന് എത്തിച്ച് ഞാനാണ് മാറേണ്ടത്. ഞാൻ മാറാനില്ല. ക്ലാസ് കേട്ടതോടുകൂടി ഞാൻ മാറാൻ തയ്യാറാണ്. എന്റെ കുട്ടിയെ നമ്മൾ 21-ാം തീയതി കാണും. 21-ാം തീയതി ഇരിങ്ങാലക്കുടയില് ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ എന്റെ ക്ലാസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. എനിക്ക് വാട്സപ്പ് അയക്കുക. അത് കഴിഞ്ഞ് ആണല്ലോ. അത് കഴിഞ്ഞ് 24, 25, 26 കണ്ണൂരുണ്ട് ഞാൻ. കണ്ണൂര് ദുബായിൽ പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണോ കണ്ണൂരെത്താൻ? ഇന്നലെ ഞാൻ ആലപ്പുഴ പോയതാണ്. പക്ഷെ നമുക്ക് വണ്ടി യാത്രയൊന്നും പറ്റില്ല. ഇവർക്ക് വേണ്ടി നമ്മൾ എവിടെ വേണ്ട പോകാനും ഞാൻ നമുക്ക് ആലോചിക്കാം. ഓക്കെ, എന്തായാലും 21-ാം തീയതി കാണാം. 21-ാം തീയതി കാണാം. 24, 25, 26 ഞാൻ കണ്ണൂരുണ്ട് എന്റെ വീട്ടില്. അവിടെ കുറച്ച് പേര് തിരുവനന്തപുരത്ത് നിന്നും അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ആ 3 ദിവസം അവിടെ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ കൂടെ താമസിക്കാം. വരൂ എന്റെ കുട്ടിയെ. നമ്മള് വേണമെന്ന് വിചാരിച്ച പറ്റാത്ത സംഭവം എന്താണുള്ളത്? അതൊക്കെ ഉണ്ടാവും. ക്രിസ്മസ് ആഘോഷിക്കണ്ടേ? നമുക്ക് 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കാം. താമ അങ്ങോട്ട് കണ്ണൂർ ഗംഭീരമായിട്ട് ഞാൻ ആഘോഷിക്കാം. ഭയങ്കര ആഗ്രഹമാണ് ഈശോടൊപ്പം ഈ കൊല്ലം ഞങ്ങളുടെ വീട്ടിലൊന്ന് സമാധാനം കയറണം. ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന്റെ ദിവസം എന്റെ വീട്ടില് അതിന്റെ വീഡിയോ ഒന്ന് കാണണം. അതെനിക്ക് ദൈവത്തിന്റെ ഒരു നിമിത്തം പോലെയാണ്. ഞാന് വെറുതെ വന്നിരുന്നിട്ട് ഇവനെ കുറിച്ച് നമ്മൾ എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്നെ പോലെ കുറെ പേരുണ്ടോ, എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. നമ്മളായിട്ട് ഇങ്ങനെ വായൊടിച്ചെടുത്ത് ഈ ഒരു ചിന്തയാണ് സ്ഥിരം. തൈറോയിഡ് ഉണ്ടോ? തൈറോയിഡ് ചെക്ക് ചെയ്തിപ്പോ ഒന്നുമില്ല സാറേ. ഇതിനകത്ത് ഒരു അതില്ലെങ്കിൽ പെട്ടെന്ന് മാറ്റാം നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ. തൈറോയിഡ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കെമിസ്ട്രി ഫുൾ മാറിയിട്ടുണ്ടാവില്ലേ ശരീരത്തിൽ. അപ്പൊ അതിനുള്ള ചികിത്സയും കൂടി ചെയ്തിട്ടേ ബാക്കി മാനസിക പ്രശ്നം തീർക്കാൻ പറ്റുള്ളൂ. ഇല്ല, മാനസിക പ്രശ്നം ഇതൊരു സൈക്കോണെന്ന് എനിക്കറിയാം. കാരണം പക്ഷെ ഇത് ചിന്തിച്ചായിപ്പോയതാണ്. ഇല്ല എന്റെ കുട്ടിയെ, ഞാൻ വേവലാതി ഒന്നും വേണ്ട. ഓക്കെ, വീഡിയോ കാണുമ്പോ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടോ? കമന്റ് കയ്യെത്തും ദൂരത്താണോ എന്നറിയണമല്ലോ. ഞാൻ ഇരിങ്ങാലക്കുട വരുന്നുണ്ടല്ലോ, തൊട്ടടുത്തല്ലേ. എന്റെ വീട് ഇരിങ്ങാലക്കുട. ഒരു വീട് ഇരിങ്ങാലക്കുട. ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് ഹൈദരാബാദില്. അത് കഴിഞ്ഞാൽ ഒരു തിരക്കുമില്ല എന്റെ കുട്ടിയെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കുറെ വീഡിയോയില് കുറെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരാൾ വിളിക്കുമ്പോ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ലോകത്തിനെ പറ്റിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഇതുപോലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വിളിക്കാം. കാരണം മക്കളെ നന്നാക്കിയിട്ട് പറ്റണില്ല, നമുക്കെങ്കിലും നന്നാവാലോ എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നത് അവരെ കാണണമെങ്കിൽ വേറെ ആരോടൊക്കെയോ ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ. അപ്പൊ ഞാനോർത്ത് എനിക്കോ ഭയങ്കര പ്രശ്നം, പിന്നെ അവർക്കും കൂടി ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാകും. നമ്മൾ അവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ അങ്ങനെ. ഓക്കെ, ഞാൻ ഇരിങ്ങാലക്കുട ഡോക്ടർ TPS അടിച്ചാൽ കാണാം എന്നെ. അപ്പൊ ആരെങ്കിലൊക്കെ ക്ലാസ് ഇപ്പൊ അറേഞ്ച് ചെയ്യുന്നത് ഇരിങ്ങാലക്കുടയാണ്. അങ്ങനെ ആരെങ്കിലും ഒരു പിന്നെ താല്പര്യം എടുത്തിട്ട് പോകുമ്പോഴാണ് ഞാൻ പോവുക. ഭയങ്കര ഫീസും കാര്യങ്ങളൊക്കെയാണോ?
എന്റെ കുട്ടിയെ ഞാൻ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളാന്ന് തോന്നുന്നുണ്ടോ എന്നെ കേട്ടപ്പോഴും? അല്ല, മനുഷ്യന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന ആളെന്ന് തോന്നിയാലോ? അത്രേ ഉള്ളൂ. ഭാഗ്യവശാല് ഗവൺമെന്റിന്റെ പെൻഷൻ ഉണ്ട്. ഓക്കെ, ഇന്ന് രാവിലെയും കൂടി ബ്ലഡ് ടെസ്റ്റും എക്കോയും എല്ലാം നോക്കിയ സമയത്തും ഒരു അസുഖവും ഇല്ല. 60 കിലോ ആണ് കഴിഞ്ഞ 40 വർഷമായിട്ട്. എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും രോഗിയാണ്, സറൗണ്ടിങ്ങിലുള്ളവർക്കൊക്കെ ഈ രോഗം കൊടുക്കുന്ന ആളാ. ഹസ്ബൻഡിനെ അതിൽ വിളിച്ചിട്ട് അവിടെ ഇനി അങ്ങനെ ഒരു സമാധാനക്കേടും ഇല്ലാന്ന് പറയാം. എല്ലാ പ്രശ്നവും തീർന്നു. അതെ, ആള് വിളിക്കുമ്പോ ചോദിക്കുന്നത് ഈ മക്കളുടെ കാര്യമാണ്. നമുക്ക് അറിയേണ്ടത് മക്കളുടെ കാര്യം. ഒന്നും കുഴപ്പമില്ല, ഒക്കെ ക്ലീൻ. മക്കളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള എല്ലാ സംഭവവും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതാ വേണ്ടത്. ഓക്കെ, ഭയങ്കര ദൈവവിശ്വാസമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈശ പഠിപ്പിച്ചത് സ്നേഹിക്കാനാണെങ്കിൽ സ്നേഹിക്കാൻ മാത്രം പറ്റല്ലേ, ബാക്കിയൊക്കെ ഉണ്ട്. അങ്ങനെ പാടില്ല. വിശ്വാസമുണ്ട്, കരുണയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ പാടില്ല. ശരിക്കും എൻജോയ് ചെയ്യാം. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിത്തും ചിരം എന്നാണ്. ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കുക. പിന്നെ ഏറ്റവും നല്ല അത്യാവശ്യമായിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അത് പഠനമായാലും മതി. നാളെ എനിക്കൊരു എഡ്യൂക്കേഷൻ കോൺഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡൽഹിയിലാണ്, അത് കഴിഞ്ഞ് അഹമ്മദാബാദില്, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന സാരില്ല. ഇപ്പൊ തുടങ്ങും, ഇന്ന് മുതൽ തുടങ്ങും. ഇപ്പൊ മുതൽ പഠിക്കാം. സമ്മതിച്ചോ? പിന്നല്ല, പഠിക്കാനുള്ള കുട്ടികളെ കിട്ടിയ എനിക്ക് കിട്ടുകയാണെങ്കിൽ അവരും പഠിക്കും. ഓക്കെ, 3 മക്കളെയും കൂട്ടിയിട്ട് വാ കണ്ണൂരേക്ക്. തന്നോളൂ, അഡ്രസ് തന്നോളൂ, വന്നോളാം. വണ്ടിയൊക്കെ ഉണ്ട്, മോൻ വണ്ടി ഓടിച്ചോളും. പക്ഷെ കണ്ണൂരൊക്കെ വിടുമോന്ന് അറിയില്ല, അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമല്ലേ. എന്റെ കുട്ടി എത്ര നല്ല നാടാന്നറിയാം. എന്റെ വീട് നോക്കിയാൽ കാണാം. ആ നാട് ഫുൾ എന്റെ വീട്ടിൽ വരും ഞാനുള്ള പറയോ. എന്നെ പഠിപ്പിച്ച മാഷന്മാര് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും വന്നിട്ട് ഇങ്ങനെ വരുന്നവരെയൊക്കെ എന്റെ മാഷന്മാരാ പഠിപ്പിക്കുക. മനസ്സിലായോ? എന്റെ നാട്ടിൽ വരുമ്പോ എന്നെ മലയാളം പഠിപ്പിച്ച മാഷ് എൻ്റെ വീട്ടിൽ വരും, എന്നെ കണക്ക് പഠിപ്പിച്ച മാഷന്മാർ വരും. എൻ്റെ സ്കൂൾ ഹെഡ് മാഷായിരുന്ന ആള് ഞാൻ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്നെ 4ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച മാഷും വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവും. ഇവരൊക്കെ ഇപ്പൊ പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ ഞാൻ എത്തിയാൽ എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് ദൈവം നേരെ ഇറങ്ങി വന്നൊരു പ്രതീതി, ഭയങ്കര സന്തോഷം. എന്റെ കുട്ടിയല്ലേ, സന്തോഷമായിട്ടിരിക്കുക. നമുക്കൊക്കെ മാറ്റാൻ പറ്റാത്ത സംഭവങ്ങൾ എന്താ ഉള്ള ലോകത്ത്. ഓക്കെ, നമ്മൾ കാണും, അടുത്തന്നെ കാണും. ശരി, ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.